ഹലോ ഫ്രണ്ട്സ്, ഇത് ഒരു യാത്രയാണ്. അപ്പം നമ്മൾ വേളാങ്കണ്ണിയിലോട്ടാണ് അപ്പോൾ യാത്ര പോകുന്നത്. തീർത്ഥാടന യാത്രയാണ്. അപ്പോൾ ഹസ്സിൻ്റെ കൂട്ടുകാരനും ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പം എവിടെ എത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല. പാലക്കാടൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിനി ഒരു നല്ല വ്യൂ ആണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മലയും കുന്നുകളും കുറേ തെങ്ങുകളും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഇതെന്തോ തുരങ്കത്തിലെത്തിയിട്ടുണ്ട്. തുരങ്കത്തിലെത്തിയിട്ടുണ്ട്. നല്ല രസമാണ്. പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങ് അറ്റത്ത് സൈഡിലൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അകത്തൂടെ ഇങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അങ്ങേ തുരങ്കത്തിൻ്റെ മറുവശത്ത് വെട്ടം കാണാൻ പറ്റും. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വെളിച്ചമടിക്കുന്നത് അകത്തിരുട്ടാണ്. അപ്പം പാട്ടിട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ വെട്ടം കണ്ടോ, ആ വെട്ടം പുറത്ത് ഉള്ള വെളിച്ചമാണ്. പുറത്തോട്ട് ഇറങ്ങാറായതിൻ്റെ ആ വെളിച്ചമാണ്. നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ ഒരാൾ ഉറക്കമായിട്ടുണ്ട്. വീണ്ടും കുറേ തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ ഇവിടെ ഒരാൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ്. കഴിഞ്ഞ വർഷം പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുഞ്ഞിനിപ്പോൾ ഇച്ചിരി അറിവായി, കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി. പാട്ട്, ഡാൻസ് ഇതൊക്കെ മനസ്സിലായി തുടങ്ങി. ഇവിടെ ഒരാളുടെ ചേച്ചി ഭയങ്കര ഉറക്കമാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തതാണ്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം ഉച്ച കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും പമ്പ് നോക്കിയാണ് യാത്ര. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വിശ്രമിക്കുവാണ്. കേരളം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് പടർന്ന് പന്തലിച്ച് ഈ കാറ്റാടി മരങ്ങളാണ്. നിരപ്പിനുണ്ട് കേട്ടോ. പിള്ളേർക്കിത് ഭയങ്കര കൗതുകമായിരുന്നേ. വലിയ ഫാനെന്നും പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഉച്ചമയക്കത്തിലാണ് കേട്ടോ. സമയം 5-5:30-6 മണിയാകാറായി. സൂര്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ കണ്ടപ്പോൾ ഞാൻ അതെടുത്തതാണ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞി ചെറുക്കൻ എഴുന്നേറ്റിട്ടുണ്ട്. ഉഷാറൊക്കെ ആയിട്ടുണ്ട് ആൾ. ഇനി നമുക്ക് ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ഒന്ന് ചായ കുടിക്കണം. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ചായ കുടിക്കേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് നല്ല ക്ഷീണം. ഒരു പ്ലെയിൻ ദോശ. ഇവരെ മാവയ്ക്ക് കണ്ടിട്ട് പേടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേർക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലി തുടങ്ങി. ഒരു പ്ലെയിൻ ദോശ മേടിച്ച് അങ്ങോട്ട് വലി ഇങ്ങോട്ട് വലി. തമിഴ്നാട്ടിൽ വന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് പറയാതിരിക്കാൻ വയ്യ. നല്ല ചട്നി, നല്ല സാമ്പാർ, ഭയങ്കര രുചിയുള്ള സാമ്പാർ, ദോശയും നല്ല ദോശ കേട്ടോ. നമ്മുടെ ഈ നാട്ടിലെ സാമ്പാറും ഒക്കെ വെച്ച് കടയ്ക്കുള്ള കാര്യം പറഞ്ഞത് ഒക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എക്സ്ട്രാ ഒരു പ്ലേറ്റ് പറഞ്ഞിട്ട് എതിരായിട്ടും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം കോഫി കിട്ടി. ദോശ തീർന്നു. 2 ഇഡലിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡലി ഭയങ്കര രുചിയുണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല, അതാണ് എടുത്തെടുത്ത് പറയുന്നത്. കടയിൽ ഭയങ്കര തിരക്കൊന്നുമില്ല. പക്ഷേ എന്നാലും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരാൻ കുറേയേറെ സമയമെടുത്തു കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പം നല്ല ലൈറ്റൊക്കെ കണ്ട് രണ്ടുപേരും നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം പാട്ടും അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ബസ്സിനകത്ത്. സത്യനായക മുക്തിദായക ഉൾക്കൊഴുത്തിൻ ഉലകമായ സ്നേഹഗായക ശ്രീയശുനായക കളിക്കാൻ പോയി കളിക്കാൻ
അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന അവിടുത്തെ അടുക്കളയാണേ. അടുക്കളയും പാത്രങ്ങളെല്ലാം ഉണ്ട്. ഇത് മുറിയാണ്. ഇതാണ് നമ്മുടെ റൂം. ഭയങ്കര വെട്ടം അടിക്കുന്നുണ്ട്. ഞാനപ്പം ടർക്കി വിരിച്ചിട്ടിരിക്കുകയാണ്. ഞാനിത് ഇന്നലെ ആണെങ്കിൽ വഴി കൂടെ വന്നപ്പോൾ ഓടിച്ചതാണ്. കുറേ നിൽക്കുന്ന കണ്ടപ്പം ഞാനല്ല, അതാ അവള് എത്തണ്ട. പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല നമുക്ക് സാധനങ്ങൾ വെക്കാൻ. വാഷ് ബേസിൻ, ചെറിയൊരു വാഷ് ബേസിനാണ്. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. വേളാങ്കണ്ണി വന്നിട്ട് വല്ലതും പറയാനുണ്ടോ? ഇതാണ് നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള വീടുകൾ, ഓല മേഞ്ഞ വീടുകളാണ്. പക്ഷെ അത് നല്ല വൃത്തിയും നല്ല ഭംഗിയാണ്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ. അങ്ങോട്ടൊക്കെ ഇങ്ങനെ താമസക്കാർക്കുള്ള റൂമുകൾ പണിതങ്ങ് ഇട്ടേക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഏത് നേരവും ആൾക്കാർ മലയാളികളെ വരുവാണ്. ഇതിൻ്റെ താഴെ ഞാൻ 2-3 ചെടി കണ്ടു വെച്ചിട്ടുണ്ട്. ചെറിയൊരു കമ്പൊടിക്കണം എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. താഴോട്ട് നിന്നിട്ട് ആ ചെടി നോക്കാം. അവിടെ അതിനകത്ത് ചെറിയ ചെടി കണ്ടു വെച്ചിട്ടുണ്ട്. അല്ലേടാ, ഇതിങ്ങനെ നിലത്ത് പടർന്ന് കിടക്കുന്നതിൽ 2-3 നമുക്ക് പറിച്ചെടുക്കണം. ഓക്കെ. അപ്പം ഞാൻ കറിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല നാദരം മീൻകറിയാണേ. എന്തോ മീനാണെന്നറിയത്തില്ല. മീൻ, പിന്നെ നല്ല ചാറില്ലേ, കൊഴുപ്പുള്ള ചാറ്. പിന്നെ ഇത് അയല വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്. കണ്ടോ, കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് വെച്ച അയല. പിന്നെ ഇത് ചള്ളാസ്, നല്ല ചള്ളാസ്. പിന്നെ ഇത് ബീഫും കായയും കൂടെ ഇട്ട് വെച്ചതാണ് ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫും കായയും. ഇപ്പോൾ ഫുഡ് നമ്മൾ കാണിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയവരെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ 3 അമ്മമാരുണ്ടായിരുന്നു. അവരാണ് ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പന്മാരും ഉണ്ടായിരുന്നു, പക്ഷേ അവരാണ് ഇതെല്ലാം നല്ല ടേസ്റ്റിയിലൊക്കെ ആക്കി നല്ല വൃത്തിക്ക് നല്ല രുചിയിൽ ഫുഡുണ്ടാക്കി തന്നത് അവരാണ് കേട്ടോ. ചോറെടുത്തിട്ടുണ്ട്. ഇച്ചിരി കുറച്ചേ ചോറെടുത്തിട്ടുള്ളൂ. കാരണം കറി നമുക്ക് ഒത്തിരി കറിയുണ്ട്. കായും പയറും കൂടെ തോരൻ, മീൻ വറുത്തത്, പിന്നെ ബീഫും കായയും കൂടെ ഇത്, പിന്നെ ഇത് ഏത് മീനാണെന്നറിയത്തില്ല, മീൻ കറി, പിന്നെ സലാഡ്. ഞാൻ ഇച്ചിരി മീൻ ചാറ് ഇവിടെ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു തുടങ്ങട്ടെ. അത് ചള്ളാസ്, പിന്നെ പയറ് തോരൻ, ഇതെല്ലാം കൂടി ചെറിയ ഉരുളയായിട്ട് നമ്മളിവിടെ ഒരു കുട്ടിക്ക് കൊടുക്കാൻ പോവാണ്. ഭയങ്കര മടിയാണ്. എന്ത് കറി ഉണ്ടെങ്കിലും കുട്ടിക്ക് ആഹാരം വേണ്ട. ഇവിടെ ഒരാൾ ഉറക്കമായിരുന്നു. 4 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴേ.
ഏകദേശം 3:30-4 ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ചോറ് കൊടുക്കുവാണ്. മീൻകൂട്ടിയാണ് കഴിക്കുന്നേ. ഉരുള ഉരുള എന്നാ കുഞ്ഞി ഉരുള. ഈ കൈ കൊണ്ട് കഴിച്ചേ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചർച്ചിലോട്ട് പള്ളിയിലോട്ട് പോവാണ്. ശനിയാഴ്ച വൈകുന്നേരമാണിത്. വൈകുന്നേരം എന്ന് വെച്ചാൽ 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം പള്ളിയിൽ പോയി നേർച്ചയൊക്കെ ഇട്ടിട്ട് നമുക്ക് മുടി വെട്ടണം. എന്നിട്ട് കടൽ തീരത്തോട്ട് പോകണേ. മലയാളം കുർബാന പള്ളി. അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി പള്ളി. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. അപ്പോൾ ഇവിടാണ് നമ്മൾ വന്നത്. വാവയ്ക്ക് നേർച്ചയുണ്ട്, തലമുടി വെട്ടണം, മുട്ടയടിക്കണം. ഇവർക്ക് രണ്ടുപേർക്കും ഒരു കൂട്ടുകാരനെ കിട്ടി. ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ്. ആള് നല്ല ഫ്രണ്ട്ലിയാണ്. കൂട്ട് കിട്ടിയപ്പം രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും സന്തോഷമായിരുന്നു കൂട്ടുണ്ടായിരുന്നത് കേട്ടോ. വാവേ മുടി വെട്ടിക്കാൻ പോവാണോ കുഞ്ഞെ? വാവേ മുട്ടയടിക്കാൻ പോവാണോടാ? പള്ളിയിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ശനിയാഴ്ച വൈകിട്ട് വന്നതാണ്. അപ്പം നമ്മൾ പള്ളിയുടെ അതുവഴി കറങ്ങി തിരിഞ്ഞ് ഏതോ വഴി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാവയുടെ മുടി വെട്ടിക്കാൻ പോകണം. എന്താ എന്തോരം വണ്ടികളാണ്. മുടി വെട്ടിക്കുന്നിടത്തോട്ടാണ് നമ്മുടെ ഇനി പോക്ക്. ഇത് നമ്മുടെ ഇവിടെ എത്തി. കുറേ നടക്കാനുണ്ടായിരുന്നേ. ഇവിടെ രണ്ടുപേരും നടന്ന് അവശതയൊക്കെ ആയി. ഒരാൾ ഇരിപ്പായിട്ടുണ്ട്. ബൈബിളിലെ ഓരോ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഓരോ കാര്യങ്ങളിങ്ങനെ കൊത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ കണ്ടത് പാപിയായ സ്ത്രീയോട് കുറേ ആൾക്കാർ പിടിച്ചോട്ട് വന്നിട്ട് ഇവളെ കല്ലെറിയണം, അവർ ദൂർനടപ്പുകാരിയായ സ്ത്രീയാണെന്ന് പറഞ്ഞു വരുന്നതായിരുന്നു. അപ്പം യേശു പറയുന്നു, നിങ്ങൾ ഈ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ. അതിനർത്ഥം മറ്റുള്ളവർക്ക് യാതൊരു യോഗ്യതയുമില്ല, എല്ലാവരും പാപികളാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ആ സ്ത്രീയോട് എന്നിട്ട് പിന്നെയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാണ് വിടുന്നത്. അതാണ് ആ രംഗം കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് ബൈബിളിലെ മുടിയനായ പുത്രനെക്കുറിച്ചാണ്. മുടിയനായ പുത്രൻ അപ്പൻ്റെ വസ്തുവകളെല്ലാം വിറ്റ് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് വിട്ടിട്ട് പിന്നെ തിരിച്ച് വന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പനോട് ക്ഷമ പറയുന്നതാണ്. അപ്പം വലിയ പാപങ്ങൾ ചെയ്ത വസ്തുക്കളെല്ലാം വിറ്റ് ദൂർത്തടിച്ച് നടന്ന പുത്രൻ തിരിച്ച് വന്നപ്പം അപ്പന് കാണാതെ പോയ മകനെ തിരിച്ച് കിട്ടിയൊരു സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഒരു പരീക്ഷൻ്റെ വീട്ടിൽ യേശുവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ഇതറിഞ്ഞ് ഒരു സ്ത്രീ, പാപിയായ സ്ത്രീ അവിടെ വന്നിട്ട് യേശുവിൻ്റെ കാൽ കീഴെ വന്ന് കരഞ്ഞ് കണ്ണീര് കൊണ്ട് കാല് കഴുകിയിട്ട്
തൻ്റെ തലമുടി, ആ സ്ത്രീയുടെ തലമുടി കൊണ്ട് കാല് തുടച്ച് കയ്യിൽ ഒരു ഭരണി നിറയെ പരിമള തൈലം ഉണ്ടായിരുന്നു. ആ തൈലം എടുത്ത് കാലിൽ പൂശി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ്. യേശു പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അതാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് യേശു ഇങ്ങനെ ഒരു വീട്ടിൽ വന്നു. അപ്പോൾ ഇതറിഞ്ഞ് അവിടെയുള്ള ആൾക്കാരെല്ലാം അവിടെ തടിച്ചുകൂടി. യേശുവിനെ കാണാനും സൗഖ്യം കിട്ടാനൊക്കെ എല്ലാവരും വന്നുകൂടി. അപ്പോൾ ഒരു തളർവാദ രോഗിയെ ആ ആൾ കിടന്ന കിടക്കയോടെ തന്നെ ഈ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു സൗഖ്യം കിട്ടാൻ വേണ്ടി. അപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, അതുപോലെ തിരക്കാണ്. അപ്പോൾ ഇവരെന്തെടുത്തു, ഇവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് അതുവഴി ആ കിടക്കയോടെ തന്നെ താഴേക്ക് ഇറക്കി. ആ രംഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ യേശു നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്കയെടുത്ത് നടന്ന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് സൗഖ്യപ്പെടുത്തുന്ന രംഗമാണത് കേട്ടോ. ഇവിടെയാണ് മുടി വെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് പോലെ ഒരു ഇതെടുക്കണം, നമ്പർ. അപ്പം അതിനനുസരിച്ചാണ് ഒത്തിരി പേരിങ്ങനെ മുടി വെട്ടാനിരിപ്പുണ്ട്. അപ്പോൾ പൈസ എത്ര 100 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു, 100 ആണോ 50 ആണോ എന്ന് ഓർക്കുന്നില്ല. അപ്പോൾ പൈസ കൊടുത്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഒത്തിരി പേരുണ്ട് കേട്ടോ മുടി വെട്ടാൻ, ചുറ്റിനും ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. കുറേ ആൾക്കാർ വെട്ടാൻ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ആൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അനങ്ങാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായ ഒരാൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടായിട്ടുണ്ട് ബഹളം. കുറേ കരഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടുപ്പ് ഊരേണ്ട കാര്യമില്ലായിരുന്നു. മുടിയെല്ലാം ദേഹത്ത് വീണ് ഇറിറ്റേഷനായി. ഇപ്പം നമ്മുടെ ഇവിടെ മുടി വെട്ടിക്കാൻ പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ. മുടിയെല്ലാം ദേഹത്ത് വീണ് ചൊറിഞ്ഞാണ് ആളെ കരച്ചിലുണ്ടാകുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു, എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ലായിരുന്നേ. അപ്പം നമ്മളിവിടെ തലയുടെ മുകളിൽ അവർ എന്തൊക്കെയോ ചന്ദനമോ അങ്ങനെയൊക്കെ പുരട്ടി തരും, അതിനു വേണ്ടി വന്ന് നിൽക്കുകയാണേ. അപ്പോൾ ഇതൊക്കെ പുരട്ടി ഇനി നമ്മൾ കടൽ തീരത്തോട്ടാണ് പോകുന്നത്. ഈ കടകളുടെയൊക്കെ ലാസ്റ്റ് കടലാണ്. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ കടകളാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും കിട്ടും. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, കളിപ്പാട്ടങ്ങളെ, പാത്രങ്ങളെ, തുണികളെ, അങ്ങനെ എല്ലാ സാധനവും ഇവിടെ കിട്ടുവേ. 2 സൈഡിലും കടകളാണ്. വഴി കൂടെ നടക്കാൻ പറ്റാത്ത പോലെ തിരക്കാണേ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വെച്ചു. ഇനി കടൽ തീരത്ത് ചെന്നിട്ട് കാണാം. ഇവിടെ ഇത് വെച്ചാൽ വേളാങ്കണ്ണി വന്നാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ എവിടെ ഇങ്ങനെ തിരക്കുള്ളിടത്തും കുട്ടികളെ സൂക്ഷിക്കണം. നമ്മുടെ ബാഗ്, മൊബൈൽ ഫോൺ, അങ്ങനെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കണം കേട്ടോ. നേരത്തെ ഇവിടെ വരുമ്പം ഇങ്ങനെ 2 വശത്തും മുന്നോട്ട് ഇങ്ങനെ കെട്ടിയിട്ടില്ലായിരുന്നേ. ഒരു മതിൽ പോലെ, കടൽ ഭിത്തി പോലെ 2 വശത്തായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ അപ്പുറവശത്തോട്ട് പോയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു തിരമാലയുടെ ഇത് കുറയ്ക്കാനായിരിക്കാം അവരിങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നേ. പക്ഷേ സത്യം പറയാമല്ലോ, വരുന്ന വെള്ളം കലക്ക വെള്ളമാണ്. ഇത്ര ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് വെള്ളം ഭയങ്കര കലക്കലായിട്ടും മലിനമായിട്ടുമാണ് തോന്നുന്നത്. എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയും കുറച്ച് ഏരിയ ഉള്ളല്ലോ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വെള്ളം കണ്ടാലും കടൽ കണ്ടാലും കളിക്കുക എന്നുള്ളതാണ്. പിന്നെ മണ്ണിൽ കളിക്കുക എന്നുള്ളതാണ് അവരുടെ. അപ്പം ഇവിടെ ഒരാൾ വന്നിരുന്ന് കുഴി കുത്തുന്നുണ്ട്. കിണർ കുത്തുകയെന്നൊക്കെയാണ് പറയുന്നത്.
വന്നില്ല. പോകാം നമുക്കിനി. കുഴിക്കകത്ത് വെള്ളമുണ്ട് അല്ലേ? കിണർ കുത്തിക്കണം. ആ കിണറിൽ കുളിക്കാം നമുക്ക്. കിണർ കുത്തിയ വെള്ളം ശുദ്ധജലവാ. കിണർ കുത്തി ഇവിടെ എതിരായിട്ടും വെള്ളം വന്നില്ല. ഈ തിര വരുമോ നോക്കാവേ. ഇല്ല, ഇത് വരത്തില്ല. തിരമാല അടിക്കാതെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ തിരമാല അടിച്ചു. നമ്മുടെ ഒരു കുഞ്ഞു കുട്ടികൾ രണ്ടുപേരും കുത്തിയ കിണർ നിറഞ്ഞിട്ടുണ്ട്, വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കിണറൊക്കെ മൂടിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അവിടെ 2-3 കുഞ്ഞു പിള്ളേർ തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയാണ് അങ്ങനെയൊക്കെ. ഇനി തീരത്തുള്ള കളികളൊക്കെ ഉള്ളൂ, കളിയും ബഹളമൊക്കെ ഉള്ളൂ. അത് മതി, ബാക്കി എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവർ രണ്ട് ആഗ്രഹിച്ച പോലെ തിരമാലയൊക്കെ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നായിരുന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയിൽ ഒരിടത്ത് ഒരു കടയുണ്ട്, ഫിഷ് മസാജ് എന്ന് പറഞ്ഞ്. എനിക്ക് പറ്റത്തില്ല, അത് ഇറിറ്റേഷൻ പോലാണ്. അപ്പം ഇവിടെ വേറെ പപ്പ കയറിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളേ. ഇവിടെ ഒരു കുഞ്ഞത് നിന്ന് കരയുന്നുണ്ട്. ഇതുപോലെ തന്നെ കാല് ആ വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറേ നേരം ശ്രമിച്ചിട്ട് നടന്നില്ല. വളരെ പ്രയാസപ്പെട്ട് പുറത്ത് കൊണ്ടുവരുന്നു കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പോരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നേർച്ച ഇട്ടിട്ട് വേണം നമുക്ക് പോകാൻ. ഭയങ്കരം തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരം തിരക്ക് കേട്ടോ. ഒരു തരത്തിലും മുന്നോട്ട് നടക്കാൻ പറ്റാത്ത പോലുള്ള തിരക്കാണ്. ഇത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. നിറച്ചാളെന്ന് പറഞ്ഞാൽ നിറച്ചാൾ. ഉടുപ്പെ പിടിക്കാൻ എന്നെ പിടിക്കാൻ നടക്കുന്ന. ഇപ്പോൾ പള്ളിയിലെ നേർച്ചെടിയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി റൂമിലോട്ട് പോവാണ്. സൈഡുകളിലെല്ലാം കടകളാണിങ്ങനെ, അതുപോലെ തിരക്കുമാണ്. ഇവിടെ ഈ തിരിച്ച് റൂമിലോട്ട് പോകുന്ന ആ ഭാഗത്തെ കടകളിലൊന്നും അത്രയും ആൾക്കാരില്ല. നമുക്ക് റോഡിലൊക്കെ നിറച്ചും തിരക്കാണ്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനും. അപ്പോൾ ഞങ്ങളാകെ തളർന്ന്. അപ്പോൾ ഒരു ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഞാനിത് വീഡിയോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൊക്കെ ആൾ മുട്ടിയില്ലാന്നും പറഞ്ഞ് ഈ ഓട്ടോക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോൾ തന്നെ പേടിയാകുകയാണ് ഇതൊക്കെ. നമ്മളെന്തൊക്കെയാണ് മേടിച്ചത് കാണിച്ചേ? എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചേ? ആ, ക്യാമറ ഒക്കെ ശരിക്കും കാണിക്കും. കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടുള്ളൂ, വേറെ ഒരു സാധനവും മേടിച്ചിട്ടില്ല. ശരിക്കും കറക്കി കാണിച്ചേ. അങ്ങനല്ല, 2 കൈയും കൂട്ടി പിടിച്ചിട്ട്. ആ, അങ്ങനെ. ആ, തെന്നിക്ക് എങ്ങനെ, അത് മമ്മി കാണിക്കാം. ഇനി വേറെന്താ? പിന്നെ സ്ലൈമ് കാണിച്ചേ, എല്ലാം കാണിച്ചു കൊടുക്കും. സ്ലൈമ്, സേഫ്റ്റി പെൻ, പിന്നെ ആനയുടെ കൂട്ടുള്ള കട്ടറ്, ഈ ക്ലിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ മേടിച്ചു. പെൻസില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർക്കുള്ള സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. അതുകൂടെ ആ ക്യാപ്പൂടെ കാണിച്ചേ. ഇത് അപ്പം നമ്മള് മുട്ട അടിച്ച ഒരാളെ കാണണ്ടേ? ദേ ക്ലേന്ന്, കിള വേണോ? ബാക്കികളെ കൊടുക്കാം. ഇപ്പം വൈകിട്ടത്തെ അത്താഴം. ആ, രാത്രിയിലത്തെ ചിക്കന്, ബീഫ്, തോരൻ, ചള്ളാസ്. കഴിച്ചോ? വാവ കഴിച്ചോ? ആ, മുട്ട അടിച്ച് സന്തോഷമായോ? മുടി എന്ത് ചെയ്യും കുഞ്ഞിൻ്റെ? ആ, മുടി ചാറ്റ പോയിട്ടുണ്ട്. അപ്പം മമ്മി ഫുഡ് കഴിക്കട്ടെ. ശരി. ഇത് ഞായറാഴ്ച രാവിലെയാണേ. രാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് വന്നതാണ്.
പള്ളിയുടെ ഒത്ത നടുക്ക് ഭാഗത്തായിട്ടാണ് ഇങ്ങനെ അച്ഛന്മാരൊക്കെ നിന്ന് കുർബാന ചൊല്ലുന്ന സ്ഥലം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പാട്ട് പാടുന്ന ആൾക്കാർ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണേ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ തിരിക്കുമ്പം ഈ ഓപ്പോസിറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് കാണുന്നിടത്താണ് കൊയറിനുള്ളവർ നിന്ന് പാട്ട് പാടുന്നത്. ഇവിടെ എപ്പോഴും പോകുന്നവരോടല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്, ഇവിടെ കണ്ടിട്ടില്ലാത്തവരോടൊക്കെയാണ് ഇത് പറയുന്നത് കേട്ടോ. കാരണം അവർക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ, ഇത്രയും വലിയ പള്ളിയൊക്കെ. അപ്പം ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരോട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ പള്ളിയുടെ കയറുന്ന ഭാഗത്ത് നിന്ന് വീഡിയോ എടുത്തതാണ്. ആ പള്ളിയുടെ വലിപ്പം കണ്ടോ, അതുപോലെ വലിയ പള്ളിയാണേ. ഇത് അറിയാത്തവർക്കും കാണാത്തവരോടും മാത്രമാണ് ഈ പറയുന്നത്. വലിയ പള്ളിയാണ്, അങ്ങേ അറ്റം കറക്റ്റായിട്ട് നമുക്കിതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പം പ്രയർ കഴിച്ച് എല്ലാവരും പോയിട്ടുണ്ട്. കുറേശ്ശെ ആൾക്കാർ അവിടെ എവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് രാവിലെ തന്നെ തിരിച്ചു, ഞായറാഴ്ച രാവിലെ. ഇത് നമ്മൾ റോഡിൽ കണ്ടത് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന രംഗമാണ്. ഒരു ചെണ്ടയൊക്കെ കൊട്ടിയാണ് പോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഡെഡ് ബോഡി യാത്ര അയക്കുന്നത്. അങ്ങനെയാണ് തമിഴ്നാട്ടിലൊക്കെ. ഉച്ചയായപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെ കഴിക്കാനായിട്ട് വണ്ടി നിർത്തി. ചോറും ചിക്കനും മീൻകറിയുമായിരുന്നു കറി. ഇപ്പോൾ ഇവിടെ പിള്ളേരെല്ലാവരും കൂടെ നോക്കുന്ന ഒരു മയിലിനെ നമ്മളവിടെ കണ്ടു കേട്ടോ. ഞാൻ ക്യാമറയുമായിട്ട് വന്നപ്പോൾ അത് പോയേ. ഇതൊരു പെട്രോൾ പമ്പാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ മലകളും കുന്നുകളും താണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണേ. കുറേ മലകൾ കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണിത്. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഹായ് പറഞ്ഞേ. ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ നിർത്തി കേട്ടോ. ചായ താമസിച്ച് പോയി. എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കോഫി വാങ്ങി. ഇവിടെ 2 പേര് മറ്റുള്ളവർ വാങ്ങുന്ന കണ്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അല്ലേ തന്നെ ഐസ്ക്രീം കഴിപ്പാണ്. അതിൻ്റെ കൂടെ 2 പേര് ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടേ. കാണിച്ചേ, ഐസ്ക്രീം കാണിച്ചേ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്ന്. പക്ഷെ കുറേ ദൂരം നമ്മളങ്ങനെ ചെന്നപ്പോൾ ഇവിടെ ഇങ്ങനൊരു ആക്സിഡൻറ്റും കാണാനിടയായി. അപ്പം നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആൾക്കാരെല്ലാം കൂടി വളരെ പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റ് ഉണ്ടായ വണ്ടിയിലുണ്ടായിരുന്ന ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. യാത്രയൊക്കെ എന്ത് സംഭവിക്കാമല്ലേ? നമ്മുടെ മിടുക്കോ അല്ലെങ്കിൽ നമ്മുടെ കഴിവോ ഒന്നുമല്ല. നമ്മുടെ വിശ്വാസം അതല്ല, എന്ത് പറയാനാ, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം മൂലമാണ് നമ്മൾ ഓരോന്നിൽ നിന്നും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. അതിനർത്ഥം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വിശ്വാസം എല്ലാം നമ്മളെ കാണുമ്പം, നമ്മൾ വഴിയിൽ പലത് കാണുമ്പം നമുക്ക് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനും എന്നാലിപ്പോൾ ഒരു പേടി വരത്തില്ലേ. അപ്പോൾ ഒന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് തന്നെ മനസ്സിൽ തോന്നും, ദൈവം നമ്മളെ രക്ഷിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും.
എന്തെല്ലാം കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, ഓരോരോ വാർത്തകൾ. അപ്പം നമ്മളെ ദൈവം സൂക്ഷിച്ച് നമ്മൾ സമാധാനമായിട്ട് വീട്ടിലെത്തി കേട്ടോ. എനിക്ക് ബാക്കി വീഡിയോകളൊക്കെ എടുക്കാൻ 1-2 സെക്കൻഡിലുള്ള വീഡിയോകളൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ട് പിന്നെ ഒന്നും പറ്റിയില്ല. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ദൈവത്തോട് നന്ദി പറയുന്നു നമ്മുടെ ഈ യാത്രയിൽ സൂക്ഷിച്ചതിന്. അതുപോലെ തന്നെ ഒരു ദൂരയാത്ര പോയാലൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് പറയാറുണ്ട്. എനിക്കറിയാം ഒരാപത്തൊന്നും കൂടാതെ തിരിച്ചെത്തുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.